ബോളിവുഡ് മൂവി പ്രേം കീടാണുവിൻ്റെ ടീസർ വന്നതിന് പിന്നാലെ ചിത്രത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളാണ് ഉയരുന്നത്. എന്തായിരിക്കും കാരണം? പ്രധാന കാരണം അത് പ്രേമലുവിൻ്റെ റീമേക്ക് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രേമലുവിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയ മേക്കിംഗ് എന്നാണ് ടീസർ കണ്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ കാരണം, ടീസർ എത്തിയതിന് തൊട്ടു പിന്നാലെ മലയാളം, തമിഴ്, ഹിന്ദി വേർഷനുകളിൽ ഉണ്ടായിരുന്ന പ്രേമലു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കമ്പാരിസൺ പേടിച്ചാണോ നീക്കം ചെയ്തത് എന്ന ചോദ്യമാണ് പ്രേക്ഷകരിൽ നിന്നും ഉയരുന്നത്. പ്രേമലു എന്ന സിനിമയ്ക്ക് രാജ്യവ്യാപകമായ ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ റീമേക്ക് എന്ന അവകാശവാദത്തോടെ വരുമ്പോൾ ഏറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കല്ലേറുകൾ ഏൽക്കേണ്ടി വരും. അതിന് ഉദാഹരണമാണ് പ്രേം കീടാണു ടീസറിന് പിന്നാലെ ഉയരുന്ന സോഷ്യൽ മീഡിയ റെസ്പോൺസുകൾ. പ്രേമലു വെറും ഒരു കോളേജ് ലവ് സ്റ്റോറി ആയിരുന്നില്ല. സിനിമയുടെ ആദ്യ ഭാഗത്ത് കോളേജ് ലൈഫ് ഉണ്ടെങ്കിലും അത് സച്ചിൻ്റെ ലൈഫിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. യഥാർത്ഥ കഥ തുടങ്ങുന്നത് കോളേജ് പഠനം കഴിഞ്ഞ് ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥയിൽ നിന്നാണ്. നാട്ടിൽ വലിയൊരു ഫ്യൂച്ചർ കാണുന്നില്ല. UK പോകാനുള്ള വിസ കാത്തിരിക്കുന്നു. ഇടയിൽ ഹൈദരാബാദിൽ ഗെയ്റ്റ് കോച്ചിങ്ങിനായി എത്തിപ്പെടുന്ന മലയാളി പയ്യൻ. അവൻ്റെ ജീവിതത്തിലെ കൺഫ്യൂഷൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇൻസെക്യൂരിറ്റി ഇതൊക്കെയായിരുന്നു പ്രേമലുവിൻ്റെ യഥാർത്ഥ കഥ. അവിടെ വെച്ചാണ് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന നായികയെ അവൻ കാണുന്നത്. അതായത് പ്രേമലു ഒരു സാധാരണ കോളേജ് റൊമാൻസ് ആയിരുന്നില്ല, പോസ്റ്റ് കോളേജ് ഡ്രിഫ്റ്റ് ആയിരുന്നു ആ സിനിമയുടെ പ്രധാന ബാക്ക് ബോൺ. പക്ഷേ പ്രേമലു റീമേക്ക് എന്ന് അവകാശപ്പെടുകയും പ്രേമലുവിൻ്റെ ഈ പ്ലോട്ടിനോട് യാതൊരു നീതിയും പുലർത്താതിരിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രേം കീടാണു ടീസർ വിമർശിക്കപ്പെടുന്നത്. ക്ലാസ് കട്ട് ചെയ്യുന്നു, പ്രൊഫസർമാരെ കളിയാക്കുന്നു, ഹോസ്റ്റലിൽ അടിയുണ്ടാക്കുന്നു, ക്യാമ്പസിൽ കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 20-30 വർഷങ്ങൾക്കിടയിലായി ബോളിവുഡ് സിനിമകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ പഴയ കോളേജ് ഡേയ്സ് ഫോർമുലയിലേക്ക് കഥയെ വലിച്ചെടുക്കുകയാണ് ഈ ടീസറിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വീർ പഹാരിയയെ നസ്ലന് പകരം കൊണ്ടുവരുമ്പോൾ ലുക്ക് വൈസ് ഒരു സിമിലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നസ്ലനെ അനുകരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ പോലും വളരെ ആർട്ടിഫിഷ്യലായി തോന്നുന്നു. പെർഫോമൻസിൽ ഒരു പോയിന്റിലും സച്ചിനാവാൻ വീർ പഹാരിയയ്ക്ക് കഴിയുന്നില്ല.